സാർ, ഇന്ത്യ അതിവേഗം കുതിക്കുകയാണ്. അത് കണക്കുകൾ അനുസരിച്ച് നമുക്കത് മാറ്റി നിർത്താൻ കഴിയാത്ത കാര്യമാണ്. 2013 ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 6.4 ആയിരുന്നു. 2014 അത് 7.4%. 2024 നമ്മൾ നോക്കിയാൽ 6.5 ആണ് എന്ന് പ്രഡിക്റ്റ് ചെയ്തത് 7.5 മാറിയിരിക്കുന്നു. അല്ല, 7.5 എന്ന് പ്രഡിക്റ്റ് ചെയ്തത് 8.2 മാറിയിരിക്കുന്നു. അപ്പൊ ഇന്ത്യ അങ്ങ് നമ്മൾ വന്ദേ ഭാരതിനേക്കാൾ വേഗത്തിൽ കുതിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ബുള്ളറ്റ് ട്രെയിൻ പോലെ അതെ, അത്രമാത്രം വേഗതയിലാണ് ഇന്ത്യയുടെ ഒരു കുതിപ്പെന്ന് പറയാൻ. ഈ 2014 ശേഷം എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഈ പറഞ്ഞതിൻ്റെ കുതിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം വണ്ടികളെല്ലാം 20 കിലോമീറ്റർ സ്പീഡ്, ചൈനയുടേതാണെങ്കിൽ ഡെഡ് സ്പീഡ് അവിടെ നിർത്തിയിട്ടിരിക്കുക, മുന്നോട്ടില്ല. അമേരിക്കയുടെ ഡെഡ് എക്കണോമി പോലെ ഒരു വളർച്ചയില്ല. കാരണം വളരാൻ പറ്റുകയില്ല, അങ്ങേയറ്റം വളർന്നു. ഇത്രയും ഉള്ളൊരു വണ്ടിയാണ്, മല കയറാൻ പറ്റുമോ അതിന്? ചൈനയുടെ ഇത്രയും ഉള്ളൊരു വണ്ടിയാണ്, മല കയറാൻ പറ്റും. സാധാരണക്കാരന് മനസ്സിലാവാനാണ് ഞാൻ ഈ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയുണ്ട്, ഒരു ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിൾ അടിച്ച് കയറി മിന്നിച്ച് പായിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരെ എല്ലാം പുറകിലാക്കിക്കൊണ്ട് ശരവേഗത്തിൽ പാഞ്ഞു പോവുക. അതിൻ്റെ അവസ്ഥയിലാണിപ്പോൾ ഇന്ത്യയുടെ പ്രഡിക്റ്റ് ചെയ്തത് ധന്യ പറഞ്ഞതുപോലെ 7.5% അതിപ്പോൾ കുതിച്ച് 8.2% എന്നുള്ള റെക്കോർഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാരണം ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച നേട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരാശരി രാഷ്ട്രത്തിൻ്റെ വരുമാനത്തിൻ്റെ വളർച്ചയുടെ തോത് ഇങ്ങനെ വേണമെങ്കിൽ 2030 നമ്മൾ 3ാമത്തെ ഏറ്റവും വലിയ ലോകശക്തിയായിട്ട് മാറും. സാമ്പത്തിക ശക്തി ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇതൊക്കെയാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതകൾ. ഇനി സാധാരണക്കാരന് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറയാം. ഇങ്ങനെ ഇത്രയും വളരുമ്പോൾ ഈ വളർന്നിട്ടുള്ളത് കൂടുതലായിട്ടും മാനുഫാക്ചറിങ് മേഖലയിൽ, സർവീസ് മേഖലയിലെ ഒക്കെയാണ്. അതിൻ്റെ അർത്ഥം മാനുഫാക്ചറിങ് മേഖലയിൽ ഇനി തൊഴിലവസരങ്ങൾ കൂടുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യത്തിന് തൊഴിലുകൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാകും. നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അവർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലികൾ കിട്ടാൻ തടസ്സമില്ല. അതുപോലെ സർവീസ് മേഖലകളിലും അവർക്ക് കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ യൂസ്ഫുൾ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ധാരാളമായിട്ട് വളരുന്ന ഒരു ഇക്കണോമിയിലേക്ക് വിദേശത്തു നിന്ന് നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇക്കണോമിയിലേക്ക് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ വ്യവസായങ്ങളെല്ലാം വീണ്ടും വളരും. വളരുന്നതിൻ്റെ ഫലമായിട്ട് കൂടുതൽ തൊഴിലുകൾ കിട്ടാനുള്ള സാധ്യത വളരും. അതോടൊപ്പം തന്നെ വരുമാനം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ജോലിക്കാർക്കുള്ള ശമ്പളവും കൂടിക്കൊണ്ടേയിരിക്കും. അതൊക്കെയാണ് ഈ ക്യാപിറ്റലിസത്തിൻ്റെ ചില നല്ല ഫലങ്ങൾ. മോശം ഫലങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വളരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളർന്നു എന്ന് പറയുന്നതിൽ വലിയൊരു അത്ഭുതം ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ വിഷയം. അതായത് പാകിസ്ഥാൻ യുദ്ധം നടത്തി, എന്നിട്ടും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ചെയ്തത് അവരുടെ ഡ്രോണുകൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ മിസൈലുകൾ കൊണ്ടുമുള്ള യുദ്ധമാണ്. നമ്മളെ ഒരു പരിക്കും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക നടത്തിയത് ചുങ്കം കൊണ്ടുള്ള യുദ്ധമാണ്. ആദ്യം 25% വർദ്ധിപ്പിച്ചു, പിന്നെ 25% കൂടെ കൂട്ടി ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് നമ്മൾ വഴങ്ങിയില്ല. 50% ചുങ്കം ഏർപ്പെടുത്തിയിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. എന്നിട്ടും കാര്യമായിട്ടുള്ള ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 8.2% എന്ന് പറഞ്ഞാൽ അഭിമാനാർഹമായ നേട്ടത്തിലേക്കാണ് നമ്മൾ വളരുന്നത്. ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയും ഒരു രാജ്യവും ഇതുപോലെ വളർച്ച തുടരുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത്. BJP എങ്ങനെയാണോ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലുള്ള ക്രമപ്രവൃത്തമായ രീതിയിൽ നമ്മുടെ സാമ്പത്തിക വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2014 ശേഷം മാത്രമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കുതിപ്പ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? നരേന്ദ്രമോദിയുടെ സാരഥ്യം കൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത വേഗത്തിൽ അതിൻ്റെ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരർത്ഥമെന്ന് പറഞ്ഞാൽ ചുങ്കം എന്ന് പറയുന്നത് വെറും വങ്കത്തരമായി പോയി എന്ന് ട്രംപ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ചുങ്കം ഇങ്ങോട്ട് ഏർപ്പെടുത്തിയത് കൊണ്ട് അനുഭവിച്ചത് അമേരിക്കക്കാരാണ്. അതിൻ്റെ ഫലമായിട്ട് നേട്ടം ഉണ്ടായത് ഇന്ത്യക്കും, കോട്ടം ഉണ്ടായത് അമേരിക്കയ്ക്കുമാണ്. അപ്പോൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ വന്നു, അവരെ തുരത്തി നമ്മൾ കൊടുത്തു. പഹൽഗാം വഴി ഇന്ത്യയിലെ ആക്രമണം നടത്തിയത് തുരത്തി പാകിസ്ഥാൻ്റെ 11 നിലയങ്ങൾ, അതിൽ 9 ചാവേർ നിലങ്ങൾ, ചാവേർ ആക്രമണ പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തു.
അതുപോലെ അമേരിക്ക നമ്മുടെ നേർക്ക് ചുങ്കം ഏർപ്പെടുത്തി നമ്മൾ അവിടുത്തെ മാർക്കറ്റ് തകർത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ സാധനങ്ങളുടെ വില പല മടങ്ങ് വർദ്ധിച്ചു. കാപ്പിക്കും ചായയ്ക്കും വില ക്രമാതീതമായിട്ട് കൂടി ഒരു രക്ഷയുമില്ലാതെ കാപ്പിയുടെയും ചായയുടെയും എന്ന് പറഞ്ഞാൽ തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ചുങ്കം പിൻവലിക്കേണ്ട ഗതികേട് വന്നു അമേരിക്കയ്ക്ക്. ഇനിയിപ്പോൾ അവരുടെ വലിയൊരു മൽപ്പിടുത്തമെന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തിനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം കൊടുക്കണമെന്നായിരുന്നു. അത് പറ്റില്ല എന്നുള്ളിടത്ത് നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തോടെ കരാർ ഒപ്പിട്ട് പുതിയ യുഗത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം ഏകപക്ഷീയമായിട്ട് റഷ്യയുടെ പക്ഷത്ത് തന്നെ ഈ വർഷം തന്നെ തീർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് 25% ചുങ്കം പെട്രോൾ വാങ്ങിക്കരുതെന്നുള്ള ശാസനം ഇതെല്ലാം ഇല്ലാതാവും. അപ്പോൾ വീണ്ടും പഴയപടിയായി തീരും. ബാക്ക് ടു ദി സ്ക്വയർ വൺ അതിലേക്ക് പോകും. അപ്പോൾ അമേരിക്കയിലേക്ക് നമ്മുടെ കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റി അയക്കാം, സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയക്കാം. വേറൊരു കണക്കും കൂടെ കേൾക്കണോ? സമുദ്രോൽപ്പന്നങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയിലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഇടപാട് തീർന്നതിന് ശേഷം നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ബ്രിട്ടൻ, ഈ രാജ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കയറ്റി അയച്ചു. ആ നഷ്ടം നമ്മൾ നികത്തി. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം വിചാരിച്ചാൽ നമ്മളെ ഒരു കുന്തവും ചെയ്യാനില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇനിയും വരാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഡിസംബറിൽ വലിയൊരു സബ്മിറ്റിന് വേണ്ടി, ഉച്ചകോടിക്ക് വേണ്ടി, റഷ്യ ഇന്ത്യ ഉച്ചകോടി. ആ ഉച്ചകോടിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യയിൽ വരികയാണ്. ഒരു 1.5 വരവായിരിക്കും അത്. ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്തുവാ കച്ചവടം ഡീൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. 300 മിസൈലുകൾ റഷ്യയിൽ നമ്മൾ വാങ്ങിക്കാൻ ഏർപ്പാടായി. നമ്മൾ കണ്ടതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളുടെ ആ ഒരു ഗ്രേഡ്, അവരുടെ ഒരു ഗുണമേന്മ, ക്വാളിറ്റി നമ്മൾ കണ്ടതാണല്ലോ. ചൈനയുടെയും ഗ്രീസിൻ്റെയും പാകിസ്ഥാൻ്റെയും മുഴുവൻ സാധനങ്ങളും അഴിച്ച് തകർത്തു നമ്മളുടെ എയർ ഡിഫൻസ് കമാൻഡ് സിസ്റ്റം. അങ്ങനത്തെ മിസൈലുകളാണ് വരാൻ പോകുന്നത്. ഇനി പാകിസ്ഥാനല്ല, ചൈനയെന്നല്ല, മറ്റൊരു രാജ്യവും അനങ്ങാൻ പോകുന്നില്ല. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ കൂട്ടായി. ബംഗ്ലാദേശ് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ കൂട്ടായി കഴിഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലും ഉള്ള ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ സമർത്ഥമായിട്ട്, രാഷ്ട്രീയ കാലാവസ്ഥ ഈ ഇക്കണോമിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്, അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് നോക്കൂ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുതിപ്പ് വീണ്ടും തുടരുകയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 80,000 മുകളിലാണ് എപ്പോഴും അത് ക്ലോസ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ 25 മുകളിലാണ് എപ്പോഴും. ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് NSE എന്നാണ് അതിന് പറയുന്നത്. അതെപ്പോഴും 25,000 മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്കോണമി ഡെഡല്ല, അത് ഗ്രോയിങ് ആണ്, ഫാസ്റ്റ് ഗ്രോയിങ് ആണെന്ന് ഇപ്പോൾ ട്രംപിന് മനസ്സിലായി. ഇത് പറയുന്ന അമേരിക്കൻ കമ്പനികളായിട്ടുള്ള ബ്ലൂംബർഗ് പോലുള്ള കമ്പനികളാണ് ഇത് സത്യസന്ധമായിട്ട് സ്റ്റഡി ചെയ്ത് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഒരു ട്രജക്ടറി ഇട്ടിരുന്നു ഇന്ത്യ ഇത്രയും വളരുമെന്ന്. ആ കണക്കിനേക്കാളും മുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 7.6 അതല്ലേ പറഞ്ഞത്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് RBIയുടെ കണക്കാണ്. അതിനേക്കാളും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംശയമുണ്ടോ? നരേന്ദ്രമോദിയുടെ ഒരു മിടുക്കുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നടക്കും, 2047 ലോകത്തിലെ നമ്പർ 1 സൂപ്പർ പവറായിട്ട് ഇന്ത്യ മാറുകയാണ്. അമേരിക്കൻ ആളുകൾ ഇങ്ങോട്ട് വരും ജോലി തേടി. അന്നേരം നമുക്ക് കാണാം നമ്മൾ അവർക്ക് വീസ ചട്ടങ്ങളൊക്കെ നമ്മുടെ രീതി അനുസരിച്ച് അവർ സായിപ്പന്മാർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് നരേന്ദ്രമോദി. മോദി ആരാ? മോയ്. മനസ്സിലായല്ലോ ഇപ്പം? അതാണ്.